അമേരിക്കൻ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രകൃതി ദുരന്തമാണ് ഇപ്പോൾ രാജ്യം നേരിടുന്നതെന്ന് കാലിഫോർണിയ ഗവർണർ ഗാവിൻ ന്യൂസ്കോം വെളിപ്പെടുത്തി രംഗത്തെത്തിയിരിക്കുകയാണ്. കാട്ടുതീ നിയന്ത്രണ വിധേയമാക്കാൻ എല്ലാവിധ പ്രവർത്തനങ്ങളും ചെയ്യുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് വെളിപ്പെടുത്തി. പക്ഷേ കാട്ടുതീയുമായി ബന്ധപ്പെട്ട് ടെക് ശതകോടീശ്വരൻ എലോൺ മസ്ക് നുണപ്രചരണം നടത്തുന്നുവെന്നും ഗാവിൻ ന്യൂസ്കോം ശക്തമായി ആരോപിച്ചു. ലോസ് ആഞ്ചൽസിൽ വീടുകൾക്ക് കാട്ടുതീ മൂലം വലിയ നഷ്ടമായിരുന്നു സംഭവിച്ചത്. സംസ്ഥാന പ്രാദേശിക തലത്തിലെ മോശം ഭരണം കാരണമാണെന്നും അതാണ് തീയണയ്ക്കാൻ ആവശ്യമായ ജലം ലഭ്യമല്ലാത്തതിന് കാരണമെന്നും എലോൺ മസ്ക് ആരോപണം ഉയർത്തിയിരുന്നു. അദ്ദേഹം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിലൂടെയാണ് തന്റെ വിമർശനങ്ങളെല്ലാം ഉയർത്തിയത്. അതിശൈത്യവും കനത്ത ശീതക്കാറ്റും കാരണം അമേരിക്കയിൽ പല സംസ്ഥാനങ്ങളിലും അടിയന്തരാവസ്ഥയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. യുഎസിന്റെ തെക്കൻ സംസ്ഥാനമായ കാലിഫോർണിയയാണ് കാട്ടുതീ മുഴുവനായി വിഴുങ്ങിയത്. പാലിസഡസ്, ഈറ്റൺ എന്നീ പ്രദേശങ്ങളിൽ അതിവേഗം പടർന്ന രണ്ട് വലിയ കാട്ടുതീയിൽ സാൻ ഫ്രാൻസിസ്കോയുടെ വിസ്തൃതിയേക്കാൾ വലിയ ഭൂപ്രദേശമാണ് കത്തി നശിക്കപ്പെട്ടത്. ചൊവ്വാഴ്ച രാവിലെയാണ് പസഫിക് പാലിസേഡ്സിൽ തീ രൂപപ്പെട്ട് ഈ വൻ ദുരന്തമുണ്ടായത്. ലോസ് ആഞ്ചലസുകാരുടെ കൺമുമ്പിൽ നഗരം എരിയുമ്പോൾ അണുബോംബ് വീണതുപോലെയാണ് യഥാർത്ഥത്തിൽ പ്രദേശവാസികൾക്കെല്ലാം അനുഭവപ്പെടുന്നതും. വേനൽക്കാല കാട്ടുതീകൾ എന്നത് കാലിഫോർണിയയ്ക്ക് വളരെയധികം സുപരിചിതമാണ്. ജൂൺ മുതൽ ഒക്ടോബർ വരെയാണ് കാട്ടുതീ ഉണ്ടാകുന്ന പ്രധാന സീസൺ. കൂടാതെ വരണ്ട കാലാവസ്ഥയാണ് അതിന് പിന്നിലെ പ്രധാന കാരണമായി വിലയിരുത്തപ്പെടുന്നത്. വർഷത്തിൽ പരമാവധി 78 ഫയർ ദിവസങ്ങൾ വരെ ഉണ്ടാകാറുമുണ്ട്. മാത്രമല്ല, തെക്കൻ കാലിഫോർണിയൻ തീരപ്രദേശങ്ങളിലെ തീപിടുത്തങ്ങൾ മരുക്കാറ്റിനാൽ കൂടുതൽ വ്യാപിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. മഴ ലഭ്യതയില്ലാത്തതിനാൽ സസ്യജാലങ്ങളെല്ലാം വരണ്ടുണങ്ങുന്ന ദയനീയ അവസ്ഥയാണ് നിലനിൽക്കുന്നത്. അമേരിക്കയിൽ ഉണ്ടായ വൻ തീപിടുത്തം ഇപ്പോഴും അവസാനമില്ലാതെ തുടരുന്ന സാഹചര്യമാണ്. കാലിഫോർണിയയിലും ലോസ് ആഞ്ചലസിലും നിരവധി പേരുടെ മരണത്തിനും അതുപോലെ പതിനായിരക്കണക്കിന് പേരുടെ താമസ സ്ഥലങ്ങളും കെട്ടിടങ്ങളും കത്തിച്ചാമ്പലാക്കിയ തീപിടുത്തം ഒരാഴ്ച പിന്നിട്ടിട്ടും നിയന്ത്രണ വിധേയമാക്കാൻ അമേരിക്കയ്ക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നത് ഏറെ വേദനാജനകമാണ്. അമേരിക്കയിൽ ആവശ്യത്തിന് വെള്ളമില്ലാത്തതും തീപിടിച്ച പ്രദേശങ്ങളിൽ വെള്ളം എത്തിക്കാനുള്ള പരിമിതിയുമാണ് നാശനഷ്ടങ്ങൾ ഇത്ര ഭീകരമായതിനു പിന്നിലെ പ്രധാന കാരണങ്ങളായി നിലവിൽ വിലയിരുത്തപ്പെടുന്നത്. ഇതുവരെ 26 മരണമാണ് നിലവിൽ സ്ഥിരീകരിക്കപ്പെട്ടിട്ടുള്ളത്. 100,000-ലധികം പേരെയാണ് ഇവിടെ നിന്നും ഒഴിപ്പിച്ചത്. ആയിരക്കണക്കിന് വീടുകളാണ് ഇവിടെ മാത്രമായി നശിച്ചത്. 12,300 കെട്ടിടങ്ങൾ നശിച്ചുവെന്നാണ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുള്ള കണക്കുകൾ സൂചിപ്പിക്കുന്നത്. പാലിസഡസ് തീപിടുത്തത്തിൽ ഇതുവരെ 34,000-ഓളം ഏക്കർ കത്തി നശിച്ചു. ഈറ്റൺ തീപിടുത്തത്തിൽ 14,117 ഏക്കർ നിലവിൽ കത്തിച്ചാമ്പലായത്. വരണ്ട കാറ്റിനിപ്പോൾ കാര്യമായ ശമനമുണ്ട്. എന്നാൽ ഉടൻ വീണ്ടും കാറ്റ് ശക്തി പ്രാപിക്കുമെന്നാണ് മുന്നറിയിപ്പുകളെല്ലാം.